വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ താങ്കളുടെ സമുദായത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ താങ്കളുടെ നേതൃത്വ നിലയിലുള്ള ചില പണ്ഡിതന്മാർ ഒരുവേള കൈവിട്ടു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. താങ്കളെ പരിഹസിക്കുക എന്ന രീതിയിൽ കൂടിയുള്ള പ്രസ്താവനകൾ താങ്കളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ രീതിയിലാണെന്ന രീതിയിലുള്ള പ്രസ്താവന വന്നിരുന്നു. പിന്നീടാണെങ്കിൽ ഇവരായിട്ട് ഒന്നും മിണ്ടുന്നുമില്ല. 1-2 പ്രസ്താവനകളിൽ അങ്ങ് ഒതുങ്ങിപ്പോയി. പിന്നീട് ഈ ഒരു കാര്യങ്ങൾ അവർ മിണ്ടുന്നുമില്ല. അതെങ്ങനെ സാധിച്ചു? അല്ല നിങ്ങളായിട്ട് നിങ്ങൾ ടൈപ്പായോ? ഇല്ല, ഒരിക്കലും സമസ്ത എന്ന് പറഞ്ഞാൽ അത് ടൈപ്പാകുന്ന ഒരു പ്രസ്ഥാനമല്ല. സമസ്ത ഒരിക്കലും ഒരിക്കലും ഒരു മോശമായ കാര്യത്തിന് എന്താവില്ല. സമസ്ത കൂട്ടു നിൽക്കില്ല. പൊഴുതന പഞ്ചായത്തിൽ നിന്ന് സമസ്തയെ കുറിച്ചുള്ള ആളുകൾ എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ള കുറച്ച് ആളുകൾ സമസ്തക്കൊരു എഴുത്ത് കൊടുത്തു. ഇവരുമായിട്ടൊന്നും ഞാനൊരു ബന്ധമില്ല. എന്നെപ്പോലെ ചികിത്സ ചെയ്യുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തില് നിങ്ങളെ പോലെ തന്നെ ചികിത്സ നടത്തുന്ന ആൾക്കാർ അതിലുണ്ട്. ആ കൂട്ടത്തിലുണ്ട്. എനിക്കെതിരെ സമസ്തക്ക് മൊഴി കൊടുത്തതിൽ പ്രൊഫഷണൽ ജലസിയാണോ? അപ്പോൾ ഈ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ഉയർന്നു വന്നു. അവിടെ ഞാൻ ആത്മീയ മജ്‌ലിസുകൾ നടത്താറുണ്ട്. ഒരുപാട് ആളുകൾ വരാറുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസൂയ അവർക്കും ഉണ്ടായി. അവർ സമസ്തക്ക് എഴുത്ത് കൊടുത്തു. സമസ്ത അവരെയും വിളിച്ചു, എന്നെയും വിളിച്ചു. എനിക്ക് അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. പക്ഷെ സമസ്ത ഒരു പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ മുമ്പ് എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഞാൻ ഒന്നാണ് പ്രസ്താവനകൾ നടത്തി. അത് എനിക്ക് തന്നെ ദോഷം ഉള്ളത് പറയണ്ടേ. നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഒരിക്കലും സമസ്ത ഇപ്പോഴും എനിക്കെതിരല്ല. സമസ്ത എതിരല്ല. കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ഒരുപാട് എക്സാമുകളാണ് PSC ഈ വർഷം നടത്താനിരിക്കുന്നത്. വ്യക്തമായ സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചാൽ എതിരല്ല. ബഹുമാനപ്പെട്ട ഒരു സമസ്തയുടെ ഒരാളും എന്തില്ല എതിരായിട്ട് എന്നോട് ഇതുവരെ എന്നെ പലവട്ടം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്നോട് എതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ആ സമസ്തക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആ സമസ്തയിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ച് വളർന്ന ഒരു ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലുണ്ടായ ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും എല്ലാവർക്കും സത്യം മനസ്സിലായി തുടങ്ങി. സത്യങ്ങൾ ഒരുപാട് എന്നെ തകർക്കാൻ വന്ന ആളുകൾ എൻ്റെ ഞാൻ പറയാത്തത് യൂട്യൂബിൽ കട്ട് ചെയ്ത് അവർ ജീവിക്കാൻ വേണ്ടി അവർ പലതും പ്രചരിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആറ്റക്കോയയുടെ ഒരു പഴയൊരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പഴയൊരു ഇൻ്റർവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യത്തിനുള്ളൊരു മറുപടിയാണിത്. കാരണം ഈ വിഷയത്തിൽ സമസ്ത എന്ത് പറഞ്ഞു എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ സമസ്ത പുള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടത് ഇങ്ങനെയാണെന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, അല്ലെങ്കിൽ സമസ്ത പറയുന്നതല്ല. പുള്ളി പറയുന്ന കാര്യം ഇതാണ്: സമസ്ത ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന്. അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അത് ഏത് സമസ്തയാണെന്ന് പറയുന്നില്ല കേട്ടോ. പുള്ളിക്കാരൻ ഏത് സമസ്തയുമായിട്ടാണ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കറിയത്തില്ല. ഇത് EK സമസ്തയാണോ AP സമസ്തയാണോ എന്നൊന്നും പറയുന്നില്ല. പുള്ളി ഇതിൽ പറയുന്നത് നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സമസ്ത ഇതാണ് പറഞ്ഞതെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമസ്ത ഇടപെട്ടില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള മറുപടി: സമസ്ത ഈ വിഷയത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഈ ഞാൻ കാണിച്ച ഇൻ്റർവ്യൂ ഒരു 3-4 വർഷം മുമ്പുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ സമസ്തയുടെ നിലപാട് ഇതാണ്. പിന്നെ പുതുതായിട്ട് ഈ വിഷയത്തിൽ സമസ്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സമസ്ത ഇടപെട്ടില്ലേ എന്ന് ചോദിച്ചവർക്കുള്ളൊരു മറുപടി മാത്രം ഇതാ. ബൈ.